ആർ ഇല്ലയോ എന്നുള്ളത് ഒന്നും തർക്കമാകുന്നില്ല. എങ്കിലും അനുമോളുടെ വിജയം അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു വിജയമാണ്. അത് അനുമോൾ ഒരുപാട് കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവോ നെഗറ്റീവോ. എന്തായാലും ശരി, ബിഗ് ബോസ് ഈ ഒരു സീസൺ റീച്ച് ആവുന്നതിന്റെ ഒരു 90% അനുമോളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമ്മാതിരി കോണ്ടന്റ് ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തതും അനുമോളാണ്. ഡിസേർവിംഗ് ആണ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഇതിൽ PR-ന്റെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. വോട്ട് ക്യാൻവാസിംഗ് നടന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാ മത്സരാർത്ഥികളും ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിൽ അനുമോൾക്ക് അത് ചെയ്യേണ്ടി വന്നു, ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ അതിനുശേഷം അനുമോളുടെ സക്സസിന് ശേഷം ആരെയും കരിവാരി തേക്കില്ല എന്ന് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞത് ഏറെക്കുറെ ശരിയാകുന്ന ഒരു മട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണമുണ്ട്, ഒരിടത്തും വന്നിട്ട് അങ്ങനെ ഇന്ന ആൾ അങ്ങനെ ചെയ്തു, ഇന്ന ആൾ അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. പകരം അനുമോൾക്കെതിരെ സംസാരിക്കുന്നവരുടെ താഴെ വന്നിട്ട് അനുമോളുടെ ഫാൻസോ ആരാധകരോ അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഈ പറയുന്ന അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുള്ള കമന്റ് ഇടുകയും മറ്റു മത്സരാർത്ഥികളെ കരിവാരി തീൽക്കുന്നു അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ ബുള്ളി ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അനുമോൾ നേരിട്ട് ഒരു മത്സരാർത്ഥികളെയും മോശമായിട്ട് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ശരി, ഇപ്പോൾ ഇതൊന്നും അല്ല ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് മാറി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഒരു കേരളത്തിന്റെ എന്തോ വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ചെന്നൈയിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു തിരക്കുണ്ട്. അതെല്ലാവരുടെയും ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു തിരക്ക് അവിടെയുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കും, ഇത് ആരായി വന്നിറങ്ങുന്നേ എന്നൊരു ചോദ്യം വരും. ഭയങ്കരമായിട്ടും ബൊക്കെയൊക്കെ കൊണ്ടുവന്ന് പൂമാലയൊക്കെ ഇട്ട് വലിയൊരു ആഘോഷമായിട്ടൊക്കെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു ചടങ്ങൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, മീറ്റ് ആൻഡ് ഗ്രീറ്റ് അനുമോൾ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള അനുമോളെ ആദരിക്കുന്ന, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ സദസ്സാണ്. അതിന് കാരണമുണ്ട് അങ്ങനെ പറയാൻ. ഒരു ഫ്രീ എൻട്രി ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ഈ വരുന്ന നവംബർ 16 സൺഡേ രാവിലെ 10 മണിക്ക് അങ്ങനെ ഒരു വലിയ ചടങ്ങ് വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇത് എറണാകുളത്താണ്. അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അനുമോളുടെ തന്നെ ഓൺ പേജിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു സംഭവം അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 6 വരെ കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു ഫാൻ അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുമോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സദസ്സ് അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. ഉറപ്പായിട്ടും നല്ല തിരക്ക് കാണണം, ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എണ്ണിയിട്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. എവിടെ നോക്കിയാലും അനുമോളിന്റെ ഒരു വ്യക്തിയെങ്കിലും കാണാം പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യാൻ. അനുമോളെ കുറ്റം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാൻ അതിനപ്പുറം ആൾക്കാർ കാണും. സോ എന്തായാലും ശരി, ബിഗ് ബോസിന്റെ ഈ സീസണിൽ ബിഗ് ബോസിന് ഒരു വലിയൊരു പ്രൊമോഷൻ ഈ പറയുന്ന മത്സരാർത്ഥികൾ ഇതിനിറങ്ങിയതിനു ശേഷം ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഓരോ ബിഗ് ബോസ് സീസണും ഓരോ വർഷവും റേറ്റിംഗ് കൂടിയാണ് വരുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ അടുത്ത സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു PR ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല നെഗറ്റീവ് കമന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇതുവരെയുള്ള സീസൺസിലൊക്കെ ഇപ്പോൾ എല്ലാ സീസണിലും അല്ലെങ്കിൽ കഴിഞ്ഞ മാരാറിന്റെ ഒക്കെ ഒരു സീസണിൽ മോഹൻലാൽ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട് PR ഉള്ളത് ആരാണ് എന്ന്. അന്ന് ഏറ്റവും കൂടുതലും എല്ലാവരും സാഗറിന്റെയും ശോഭയുടെയും പേരായിരുന്നു PR ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ PR ഉണ്ടായിരുന്നത് സത്യത്തിൽ അഖിൽ മാരാറിനായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ജയിച്ചതെന്ന് പറയുന്നുണ്ട്. ജിൻഡോയ്ക്കും ഈ പറയുന്ന വിനുവിന്റെ PR ആയിരുന്നു ജിൻഡോയ്ക്കും ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. സോ നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ സീസൺ കഴിയുമ്പോൾ കുറെ കൂടെ ഈ ഒരു PR എക്സ്പോസ്ഡ് ആകും. ശരിക്കും അതിനുശേഷം ഈ പറയുന്ന മത്സരാർത്ഥികളുടെ ഇടയിലുള്ള മത്സരത്തെ പോലെ തന്നെ PR ഏജൻസീസ് തമ്മിൽ ഒരു വലിയ മത്സരം നടക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഒരു ബിഗ് ബോസ് സീസൺ ഒരു 10ഉം 12ഉം ഒക്കെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ മുഖച്ഛായ തന്നെ മാറും. പണ്ടത്തെ സീസണൊക്കെ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ലെവലിലേക്ക് ഓൾറെഡി പറയുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 1 എന്ന് പറയുന്നത് ഭയങ്കര ക്ലാസിക് സീസൺ ആണ്. അതിനകത്താണ് സത്യത്തിൽ ഇത്രയും വലിയൊരു പ്രണയവും സക്സസ്ഫുൾ ആയിട്ട് വന്നതും പേളി ശ്രീനിഷ് എന്ന് പറഞ്ഞൊരു കോംബോ ക്രിയേറ്റഡ് ആയതും പിന്നെ സാബുമോനെ പോലെ ഒരു വലിയൊരു വ്യക്തിയെ അതിൽ അത്രയും വലിയൊരു റീച്ചിലേക്ക് എത്തിച്ചതും ഒക്കെ അവിടെയാണ്. പിന്നെ ബിഗ് ബോസ് സീസൺ 4ലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സീസൺ 2 പ്രത്യേകിച്ച് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് രജിത്തിന്റെ
പേര് പറയപ്പെടുന്നു എങ്കിലും ഒരു പകുതി വെച്ച് ബ്രേക്ക് ആയി പോയ ഒരു സീസൺ ആയിരുന്നല്ലോ. പിന്നെ സീസൺ 4 ആണ് എല്ലാവരും ആഘോഷിച്ചിട്ടുള്ളത്. എന്നാൽ സീസൺ 3 അങ്ങനെ ഒട്ടും ചെറുതാക്കി പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര അധികം വഴക്കൊന്നും ഇല്ലാതെ ഒരു ഓണവില്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ലൊരു ക്ലാസിക് ആയിരുന്നു. പിന്നെ സീസൺ 5ഉം സീസൺ 6ഉം ഒക്കെ ഒരുപാട് ഇതേ കണക്ക് ഇപ്പൊ ഈ സീസൺ 7 ഉള്ളതുപോലെ തന്നെ ഒരുപാട് തർക്കങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള സീസണാണ്. അപ്പോൾ ഏതായാലും ശരി, ഇതിൽ കൂടുതലായിരിക്കും ഇനി വരാൻ പോകുന്ന സീസൺ നമുക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റും. സോ നിങ്ങൾ സ്റ്റിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മത്സരാർത്ഥികൾ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കമന്റിൽ പറയുക. നമുക്ക് ആ ഒരു ഫാൻസ് പവർ ഒന്ന് കാണണം, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. സോ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പൈസ വരാം. ബൈ.